സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ചക്രവർത്തിപദം, ദേവേന്ദ്ര പദവി എല്ലാം വെറും നിസ്സാരം. യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം 109 ഭാഗം 3. ഉൽപ്പത്തി പ്രകരണം. ഐശ്വര്യാണാം ഹി സർവേഷാമകൽപ്പം ന വിനാശിയത് രോചതേ ഭ്രാതരസ്തന്മേ ബ്രഹ്മത്വമിഹ നേതരത്. സൂര്യൻ പറഞ്ഞു, ദേവാദിദേവ, കൈലാസപർവ്വതത്തിനടുത്ത് സുവർണജാതം എന്ന ഇടത്ത് അങ്ങയുടെ പുത്രന്മാർ ഉണ്ടാക്കിയ ഒരു ജനപദമുണ്ട്. കശ്യപ മുനി പരമ്പരയിൽപ്പെട്ട ഇന്ദു എന്നു പേരായ ഒരു മഹാത്മാവ് അവിടെ ഉണ്ടായിരുന്നു. സന്താന ഭാഗ്യമൊഴിച്ച് എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. സന്താന ഭാഗ്യലാഭത്തിനായി അവർ കൈലാസത്തിൽ പോയി കഠിനമായ തപസ്സിലേർപ്പെട്ടു. കുറച്ച് ജലം മാത്രമേ അവർ ദിവസേന ആഹരിച്ചിരുന്നുള്ളൂ. അവർ മരങ്ങളെപ്പോലെ ഒരേയിടത്ത് ചലിക്കാതെ നിൽപ്പായി. പരമശിവൻ അവരിൽ സംപ്രീതരായി അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായി. വരം എന്തു വേണമെന്ന ചോദ്യത്തിന് ഉത്തരമായി അവർ ധർമ്മിഷ്ഠരും ഈശ്വരഭക്തിയുള്ളവരുമായ 10 പുത്രന്മാരെ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പരമേശ്വരൻ അവർ ആവശ്യപ്പെട്ട വരമരുളി. താമസം വിന അവർക്ക് പ്രസരിപ്പുള്ള 10 സത്പുത്രന്മാർ ഉണ്ടായി. അവർ വളർന്നു യുവാക്കളായി. കേവലം 7 വയസ്സായപ്പോഴേക്ക് അവർക്ക് വേദങ്ങൾ സ്വായത്തമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ മാതാപിതാക്കൾ ദിവംഗതരായി. അവർക്ക് മുക്തിപദം ലഭിച്ചു. ഈ പുത്രന്മാർക്ക് മാതാപിതാക്കളുടെ ദേഹവിയോഗം ദുസ്സഹമായിരുന്നു. അവർ ഒരു ദിവസം ഒത്തുകൂടി ഇങ്ങനെ ആലോചിച്ചു: സഹോദരന്മാരെ, നമുക്ക് ഇനി ഇപ്പോൾ ഏറ്റവും ശുഭോത്കരമായ എന്താണ് ലക്ഷ്യമാക്കേണ്ടത്? എന്താണ് നമുക്ക് നേടാൻ ഉചിതമായത്? എന്താണ് നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കുകയില്ല എന്നുറപ്പുള്ള മാർഗം? രാജപദവി, ചക്രവർത്തി പദം, ദേവേന്ദ്ര പദവി എല്ലാം വെറും നിസ്സാരം. സ്വർഗം ഭരിക്കുന്ന ഇന്ദ്രപദവി ബ്രഹ്മാവിൻ്റെ 1.5 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു താത്കാലിക തസ്തിക മാത്രമല്ലേ? അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ സ്ഥിതിയെ പ്രാപിക്കുക എന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു യുഗം മുഴുവൻ തീരാതെ സൃഷ്ടികർത്താവിൻ്റെ ആയുസ് ഒടുങ്ങുകയില്ലല്ലോ. മറ്റുള്ളവരും ഇതിനെ സർവാത്മന അംഗീകരിച്ചു. അവർ ആത്മഗതമായി പറഞ്ഞു, എന്നാൽ നമുക്ക് ബ്രഹ്മപദത്തിലെത്തുക തന്നെ ലക്ഷ്യം. അവിടെ ജരാനരകളോ മരണമോ ഇല്ല. ഏറ്റവും മുതിർന്ന സഹോദരൻ പറഞ്ഞു, എല്ലാവരും ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഇനി മുതൽ നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാം: ഞാൻ വിടർന്ന താമരയിലിരിക്കുന്ന ബ്രഹ്മാവാണ്. സഹോദരന്മാർ എല്ലാവരും അങ്ങനെ ചെയ്തു. ഞാൻ വിശ്വസൃഷ്ടാവായ ബ്രഹ്മാവാണ്. മാമുനിമാരും വിദ്യാദേവതയായ സരസ്വതീ ദേവിയും എന്നിൽ അവരുടെ വ്യക്തിപ്രഭാവത്തോടുകൂടി കുടികൊള്ളുന്നു. സ്വർഗവും അതിലെ ദേവന്മാരും എന്നിലാണ്. പർവ്വതങ്ങളും സമുദ്രവും ഭൂഖണ്ഡങ്ങളും എന്നിലാണ്. ഉപദേവതകളും രാക്ഷസന്മാരും എന്നിലാണ്. എന്നിലാണ് സൂര്യൻ പ്രഭാസിക്കുന്നത്. ഇപ്പോൾ ഇതാ സൃഷ്ടി സംഭവിക്കുന്നു. ഇതാ സൃഷ്ടി സ്ഥിതി ചെയ്യുന്നു. ഇതാ സൃഷ്ടിക്ക് സ്വയമില്ലാതാവാൻ സമയമായി. അങ്ങനെ ഒരു യുഗമിതാ കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയായി. എനിക്ക് ആത്മജ്ഞാനമുണ്ടായിരിക്കുന്നു. ഞാൻ മുക്തനായിരിക്കുന്നു. ഇങ്ങനെ നിരന്തരം ധ്യാനം ചെയ്ത് അവർ ധ്യാനവസ്തു തന്നെ ആയിത്തീർന്നു. ഹരി ഓം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
കരചരണകൃതം വാക്ക് കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭൂ.